ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളുടെ വീടിനടുത്തുള്ള 4 മണിക്കാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു നേഴ്സറിയിലാണ്. അപ്പം ഞാൻ അവിടെ ഒരു ചൈന ഡോളിൻ്റെ വേറൊരു മോഡൽ വെറൈറ്റി ആയിട്ടൊരു ചൈന ഡോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് മേടിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കേരളത്തിൽ അത് വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 1000-ന് അടുത്തായിട്ടുണ്ടെന്നേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നേരത്തെയൊക്കെ 1500 രൂപയ്ക്കായിരുന്നു അതിൻ്റെ റേറ്റ്, ഇപ്പോൾ കുറഞ്ഞ് 1000 താഴെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയും കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ലേ. പിന്നെ അവിടെ പോയതല്ലേ എന്ന് വിചാരിച്ച് അവിടുത്തെ ചെടികളെല്ലാം ഒന്ന് എടുത്തത്. ഇത് ബൊഗൈൻവില്ലയുടെ ഒരു മോഡലാണ്. പക്ഷേ അത് ആദ്യമായിട്ട് കാണുവാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇലകളാണ് അതിന്. ബൊഗൈൻവില്ലയുടെ തന്നെ സീസൺ ആയത് കാരണം അവിടെ നിറച്ച് ബൊഗൈൻവില്ലകളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബൊഗൈൻവില്ലയുടെ ഫ്ലവേഴ്സ് തന്നെ പല മോഡലുണ്ടെന്ന്, കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതൊന്നും അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനെല്ലാം ഒരേ വലിപ്പത്തിലുള്ള ടൈപ്പാണെന്ന് വിചാരിച്ചു. പക്ഷേ അത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പോയതുകൊണ്ട് അവിടുത്തെ ചെടികളെല്ലാം എടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബഡ് പ്ലാന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസൊക്കെ എടുത്ത് ഒരു ഈവനിങ് ടൈമിലായിരുന്നു പോയത്. പിന്നെ അവിടെ നിൽക്കുന്ന ബാക്കി ചെടികളെല്ലാം തന്നെ എൻ്റെ കയ്യിലുള്ളതായതുകൊണ്ട് അതിനോടൊന്നും എനിക്ക് താല്പര്യം വന്നില്ല. കാരണം എല്ലാം ഉണ്ട്. പിന്നെ ചൂടായതുകൊണ്ട് അതിനെ ഒരുപാടൊന്നും മേടിച്ചുകൊണ്ട് പോകാനും താല്പര്യമില്ല. അപ്പം ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടാണ് ചെടികളൊക്കെ മേടിക്കുന്നത്. ഇവിടുന്ന് പ്ലാവ്, മാവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷൻ പ്ലാവ്, മാവ് അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളുടെയൊക്കെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ബുഷ് ഓറഞ്ച്, അമ്പഴം അതൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അതൊക്കെ ചെറിയ ബഡാണ്. അപ്പോൾ അതൊന്നും ഈ വേനൽ സമയത്ത് കൊണ്ട് വെച്ചാൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും നോക്കിയില്ലേ. പിന്നെ അവിടെ നിന്ന് ഞാൻ 2 പ്ലാന്റ്സേ മേടിച്ചുള്ളേ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ചെറിയ പോട്ടിൻ്റെ അകത്ത് ഇരിക്കുന്ന. അപ്പോൾ അപ്പോഴാണ് കൂടുതൽ ടിപ്സുകളൊക്കെ കിട്ടിയത്. നമ്മൾ ചെറിയ പോട്ടി ചെടികൾ മേടിച്ചിട്ട് നമ്മൾ വിചാരിക്കും അത് വലിയ പോട്ടിൽ കൊണ്ട് വെക്കുമ്പോൾ അത് വലുതായിട്ട് കിളുക്കുമെന്ന്. പക്ഷേ അത് നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ്. ചെറിയ ചെടികൾ എപ്പോഴും അതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുള്ള പോട്ടി മാത്രമേ വെക്കാവുള്ളൂ. അതൊക്കെ ആ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞ ടിപ്പാണ്. അപ്പോൾ ഈ ചെടികളാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. ഇത് എന്തോ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒരു ഇലച്ചെടി. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.